പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ രാവിലെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. പുതുപ്പള്ളിയിലെ നാടൻ പന്തുകളി പ്രേമിയെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ടുള്ള ഒരു വാർത്ത. പുതുപ്പള്ളിയിലെ ഹൈസ്കൂൾ ഗ്രൗണ്ട് പൂട്ടിയെന്നും പറഞ്ഞൊരു വാർത്ത ചെയ്തായിരുന്നു. ആ വാർത്ത നിങ്ങളെല്ലാം കണ്ടു കാണും. അതിനെ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്തതിന് തൊട്ട് പുറകെ നമ്മുടെ പള്ളം ബ്ലോക്ക് മെമ്പർ ജിനു കെ പോൾ എന്നെ വിളിച്ച്, വിനോദ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവം, ഗ്രൗണ്ട് പൂട്ടി, അപ്പോൾ ഇനി അതിന് എന്തെങ്കിലും പോകുമ്പഴി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം നിലവിൽ സ്കൂളിലെ HM-ഉമായിട്ട് സംസാരിച്ചപ്പോഴത്തേന് ഞാൻ അതിന് തൊട്ട് ഈ വീഡിയോ ചെയ്തതിന് ശേഷം HM-നെ വിളിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നപോലെ ഒരു സർക്കാരിന്റെ ഓർഡർ മുഖാന്തരമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ, അതിന് എന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ഇല്ല, അതിന് പോംവഴി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതേ തുടർന്നാണ് ഇനി തൊട്ട് പുറകെയാണ് ജിനു എന്നെ വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ HM-ഉമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നാണെങ്കിലും ജിനു കെ പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് അന്നേരം തൊട്ട് തന്നെ ജില്ലാ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാരും പ്രസിഡന്റുമാരും, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായ സിനി മാത്യു ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു ആ സമയം തൊട്ട്. കാരണം പുതുപ്പള്ളിയെ സംബന്ധിച്ച് മറ്റുള്ള കളികൾക്ക് മറ്റുള്ള വിനോദങ്ങൾക്ക് ഒന്നും ഒരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് അടച്ചു പൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്തായിരുന്നെന്നും ഈ അടുത്ത കാലത്ത് പുതുപ്പള്ളി ഫെസ്റ്റിനോടനുബന്ധിച്ച് ഉണ്ടായ ചെറിയ ചെറിയ വിവാദങ്ങളാണ് ഇത്തരത്തിലേക്ക് പോയത്. അപ്പോൾ അത് വീണ്ടും അടച്ചു പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്രൗണ്ട് കാട് പിടിച്ച് നാശത്തിലേക്ക് പോകും. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവരെല്ലാം വിളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. എപ്പോഴും ഇത് അനുകൂലമായിട്ടൊരു മറുപടിയാണ് കിട്ടിയത്. കാരണം ഈ വർഷം തന്നെ മറ്റൊരു ഓർഡറും കൂടെ ജില്ലാ പഞ്ചായത്തിന് സർക്കാരിൽ നിന്നും ലഭിച്ചു. അതിനെ തുടർന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഓർഡർ ഒന്ന് വായിക്കാം. ഇതാണ് പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ പറ്റി കോട്ടയം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നാടൻ പന്തുകളി ടൂർണമെന്റ് നടത്തുന്നതിനായി 2026 ജനുവരി 4 മുതൽ 2026 ഏപ്രിൽ 5 വരെ നടത്തുന്നതിനായി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു. 28/5/2022 14 പഞ്ചവത്സര മാർഗരേഖ പ്രകാരം ഖണ്ഡിക 7.7 കലാ സാംസ്കാരിക കായിക വികസനം ലക്ഷ്യമിടുന്നു. ആയതിന്റെ ലക്ഷ്യങ്ങളിൽ സമ്പൂർണ്ണ കായികക്ഷമതയുള്ള ജനത, ആരോഗ്യകരമായ കായിക സംസ്കാരത്തിന്റെ വികസനം എന്നിവ ഉൾപ്പെടുന്നു. പ്രാദേശിക പ്രത്യേകതയുള്ള ഗെയിമും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നാടൻ പന്തുകളി മത്സരങ്ങൾ വളരെ സജീവമായി നടക്കുന്ന ഒരു ഗെയിമാണ്. ഇത്തരത്തിലുള്ള പ്രാദേശിക കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്താണ്. വർഷങ്ങളായി പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന നാടൻ പന്തുകളി മത്സരങ്ങൾ കൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ തടസ്സം നേരിടാത്തതാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളും യുവതലമുറയും ഇത്തരത്തിലുള്ള കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കാതെ ലഹരി പോലുള്ള ദുശ്ശീലങ്ങളിൽ പെട്ടുപോകുന്നത് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണെന്നും യോഗം വിലയിരുത്തി. ഇത്തരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ സ്കൂൾ ഗ്രൗണ്ടുകളിൽ നടത്തുന്നത് മൂലം കുട്ടികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയം 1994 കേരള പഞ്ചായത്ത് രാജ് നിയമ വകുപ്പ് പ്രകാരം ജില്ലാ പഞ്ചായത്തിൽ പരിധിയിൽ അധിവസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും സൗകര്യത്തിനും ഉതകുന്നതാണ്. യോഗം അഭിപ്രായപ്പെട്ടു. മേൽ സാഹചര്യത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് പ്രസ്തുത ആവശ്യത്തിന് വിട്ടു നൽകുന്നതിനുള്ള അനുവാദം നൽകി യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ച് തീരുമാനമെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ ഇനിയും പുതുപ്പള്ളിയിലെ നാടൻ പന്തുകളിക്കായി ഗ്രൗണ്ട് തുറന്നു കൊടുക്കുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ താക്കോല് കൈമാറ്റമൊക്കെ ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ കഷ്ടപ്പെട്ട ഒരുപാട് പേർക്കൊന്നും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല. എങ്കിലും പുതുപ്പള്ളിയിൽ ഇനി നാടൻ പന്തുകളി സജീവമാവും. അതുപോലെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ഈ പുതുപ്പള്ളിയിലെ പന്തുകളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കലാപ്രേമികളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അസോസിയേഷൻ ഭാരവാഹികളുണ്ട്. എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കിനി നാടൻ പന്തുകളി മത്സരം പുതുപ്പള്ളിയിൽ തുടങ്ങുന്നത് കാണാം.